ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പാവൻ ലച്ചുവിന് ഭയങ്കരമായിട്ടുള്ള പനി പിടിച്ച് തളർന്നൊടിഞ്ഞ് കിടക്കുവാണ് കൂട്ടുകാരെ. ഒരു രക്ഷയില്ല. നമുക്ക് ആ കിടപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോഴാണെങ്കിലോ നമ്മുടെ ലച്ചു ആഗ്രഹിക്കുന്നത് നമ്മുടെ സിദ്ധുവിൻ്റെ ഒരു കെയറിങ് ആട്ടോ. കുറച്ച് വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കലും മരുന്നെടുത്ത് കൊടുക്കലും എന്താ പറയുക, ലച്ചുവിനെ താങ്ങി നടത്തലും ഒക്കെയാണ് നമ്മുടെ ലച്ചുവിൻ്റെ ഉദ്ദേശം. പക്ഷേ ലച്ചു വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. താൻ അവിടെ പനിച്ച് വിറച്ച് കിടക്കുമ്പോഴും നമ്മുടെ സിദ്ധുവിൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് വലുത്. സിദ്ധു ഇങ്ങനെ ഫോണിൽ തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഗൗരിയമ്മായി നമ്മുടെ ഭവാനി അമ്മൂമ്മയൊക്കെ വന്ന ലച്ചുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മുടെ ലച്ചു ആട്ടിപ്പായിക്കുക. എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ കെട്ടിയാനുണ്ട്, അവൻ നോക്കിയാൽ മതി, നിങ്ങൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ആട്ടിപ്പായിക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മുടെ സിദ്ധു വന്നിട്ട് നമ്മുടെ ലച്ചുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ലച്ചു, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? പനി വരും പോകും, അതിനെന്തിനും ഇത്രയ്ക്കും ഇതാക്കി എടുക്കുന്നേ? ഞാൻ അവിടെ ഗൾഫിലായിരുന്നപ്പോൾ എനിക്ക് എത്ര പ്രാവശ്യം പനി വന്നിട്ടുണ്ടെന്ന് അറിയോ? ഞാനപ്പോഴൊക്കെ ഒറ്റക്ക് അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധു ഇങ്ങനെ തർക്കിക്കുന്ന പോലെ സംസാരിക്കും കേട്ടോ. അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ലച്ചുവിന് ആകെപ്പാടെ കലിയിളകും. ഒന്നാമതേ പനി. അപ്പൊ ലച്ചുവിന്റെ ആഗ്രഹം നമ്മുടെ സിദ്ധുവിന്റെ ഒരു എന്താ പറയാ ലാളനയും കെയറിങ്ങും ആ ഒരു മരുന്നെടുത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. സിദ്ധു ആണെങ്കിൽ വന്നിട്ട് എനിക്കങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ഭയങ്കര പുച്ഛ സംസാരം. അങ്ങനെ തന്നെ നമ്മുടെ ലച്ചു ആകപ്പാടെ കലിയിളകി ഹാളിൽ വന്ന് എങ്ങനെയൊക്കെയോ വന്ന് പാടില്ലാതെ വന്നിരിക്കുന്നുണ്ടേ. അപ്പോൾ ദാ വരുന്നു നമ്മുടെ സിദ്ധുവിന്റെ ഒരു കൂട്ടുകാരൻ. എന്നിട്ട് സിദ്ധു പറയുകയാണ് ലച്ചുവിൻ്റെ അടുത്ത്, ലച്ചു ദേ എൻ്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു എന്ന് പറയാട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ലച്ചു കലിയിളകി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മമ്മയും കനകാന്റി ആണെങ്കിൽ താടിയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സിദ്ധുവിന്റെ അവസ്ഥ അവർക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഇനി എന്തൊക്കെ കലപിലയായിരിക്കും പാറമട വീട്ടിൽ വരാൻ പോകുന്നത് ഗൈസ്. നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാമോ? നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും അല്ലെ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.